ദവാഇ ഇദാമദ്ദാഉ ഹല്ലാ ബിമുഹ്ജതി മദീഹു റസൂലിൻ ബിശ്ശഫാഅത്തി യുഫ്റദു. ദവാഇ എനിക്കുള്ള മരുന്ന്, എന്റെ മരുന്ന്. ഇദാമദ്ദാഉ ഹല്ലാ ബിമുഹ്ജതി എന്റെ ശരീരത്തിൽ വല്ല രോഗവും ബാധിച്ചാൽ, എനിക്ക് വല്ല രോഗവും പിടിപെട്ടാൽ എന്റെ മരുന്ന് അത് ഏതെങ്കിലും വൈദ്യൻ കുറിച്ചു തരുന്ന കഷായമല്ല, അതല്ലെങ്കിൽ ടോണിക്കുകളല്ല. എന്റെ അസുഖങ്ങളുടെ എല്ലാം മരുന്ന് പരലോകത്ത് ശഫാഅത്ത് കൊണ്ട് ധരിപ്പിക്കപ്പെടുന്ന, ശഫാഅത്തിന്റെ അവകാശമുള്ള ഏക വ്യക്തിത്വമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ മദ്ഹ. എനിക്ക് എന്തെങ്കിലും ഒരു രോഗം വന്നു, അത് പനിയാവാം, തലവേദനയാവാം, ക്യാൻസർ ആവാം, വെള്ളപ്പാണ്ടാവാം, കുഷ്ഠമാകാം. ഏത് രോഗം എനിക്ക് വന്നാലും എന്റെ രോഗത്തിന്റെ മരുന്ന് അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കീർത്തിക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി മദ്ഹ് പറഞ്ഞാൽ ആ മദ്ഹോട് കൂടെ തീരാവുന്നതേയുള്ളൂ ലോകത്തുള്ള ഏത് രോഗങ്ങളും എന്നാണ് മഹാന്മാർ പറയുന്നത്. അബൂബക്കറുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇപ്രകാരം തന്നെ ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ മുഹിബ്ബുകളും പറഞ്ഞിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിത്വങ്ങളല്ല ഈ വിഷയത്തിൽ വലിയ പ്രതീക്ഷ വെച്ചവരാണ്. നമ്മൾ എപ്പോഴും പറയാറുള്ള ഖസീദത്തുൽ ബുറുദ, ഇമാമുൽ ബൂസൂരി റളിയല്ലാഹു അൻഹുവിന്റെ ബുറുദ, പരിശുദ്ധമായ ഖുർആനും തിരു ഹദീസും കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുകയും അധ്യാപനം ചെയ്യപ്പെടുകയും ഖിദ്മ ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരേ ഒരു രചന അത് ഖസീദത്തുൽ ബുറുദയാണ്. നമ്മുടെ ഉമ്മമാർക്കൊക്കെ അത് കുറെയൊക്കെ കാണാപ്പാടായിട്ടുണ്ടാവും. ഞാൻ അവർക്ക് കുറെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആണുങ്ങൾക്ക് പിന്നെ എല്ലാം പറഞ്ഞു തരാൻ പറ്റൂല. ആണുങ്ങൾക്ക് തറാവീഹിന് ശേഷമുള്ള പ്രസംഗത്തിന് കുറെ ആൾക്കാർ എതിര്, അത് നീളുന്നതിനെതിര്. പൊതുവെ മനുഷ്യന്മാരുടെ ശൈലി അങ്ങനെയാണല്ലോ. ഞാൻ ഇപ്പൊ ഒന്നൊരു കിതാബ് നോക്കിയപ്പോ അങ്ങനെ കണ്ടു. ഇടക്ക് പറയാം, എല്ലാവരും തൃപ്തിപ്പെടുത്തി ലോകത്തൊരു കാര്യം ചെയ്യാൻ പറ്റൂല. ഞാനൊരു വലിയ ആലിമിന്റെ ചരിത്രം ഇങ്ങനെ വായിച്ചപ്പോ, ഒരു വലിയ മഹാൻ ആ നാദാപുരത്ത് ദർസെടുത്തിരുന്ന ഒരു വലിയ പണ്ഡിതൻ, കീഴനൂർന്ന അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അവിടുത്തെ ഉസ്താദ് കുത്തുബിയാണ്. അപ്പൊ ഉസ്താദ് പറഞ്ഞു, കമ്മിറ്റിക്കാര് ഒഴിവാക്കുമ്പോൾ അവിടെ തന്നെ നിന്നോ, വേറെ എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ അതിന്റെ പേരിൽ പിരിഞ്ഞു പോരണ്ട, എല്ലാവരെയും കൂടെ തൃപ്തിപ്പെടുത്തി ലോകത്ത് നിൽക്കാൻ പറ്റൂല. ഒരു എല്ലാ നിലക്കും തികഞ്ഞ ആളാണെങ്കിലും ശരി, അവിടെ ഒരുത്തുണ്ടാവും അയാളെ പറ്റി എന്തെങ്കിലും ഒന്നും ഇങ്ങനെ ഒരു കാര്യമില്ലാതെ ഇങ്ങനെ ചൊറിയാം. ഞാൻ എപ്പോഴും പറയാറുള്ളത് ന്യൂനപക്ഷമായിരിക്കും. നാട്ടിലെപ്പോഴും നല്ലതിനെതിരെ ഒരു ചെറിയ ന്യൂനപക്ഷം ഉണ്ടാവുള്ളൂ. ആ ന്യൂനപക്ഷം ആകാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കേണ്ടത് മഹാവഷളൻ കാര്യമാണ്. എല്ലാരെ പറ്റി ഇങ്ങനെ അയാൾ അവിടെ കുറച്ച് നീട്ടുണ്ട് അല്ലേ, അയാൾ അവിടെ കുറച്ച് നീട്ടൽ കമ്മിയുണ്ട് അവിടെ, അല്ലെങ്കിൽ അയാൾ ഖിബലക്ക് നേരല്ല നിസ്കരിക്കേണ്ടത്, അയാൾ എന്തോ ഒരു വളവവിടെ ഉണ്ട്. എല്ലായിടത്തും ഇങ്ങനെ എന്താ പറയാ, ഈച്ചന്റെ സ്വഭാവം. അതുകൊണ്ട് ഒരു നായരുണ്ടായിരുന്നു, അയാൾ എന്തൊരു വിഷയം ഉണ്ടായാലും അതിനെപ്പറ്റി കുറ്റേ പറയുള്ളൂ. അയാൾ ഒരു നായർ എന്ത് ഉപകാരം ചെയ്തു കൊടുത്താലും നല്ല വശങ്ങൾ കാണാതെ 100ൽ 99 നന്നായാൽ എവിടെങ്കിലും ഒരു പിഴവുണ്ടോ അതെടുത്ത് പറയും. അങ്ങനെ ആ നാട്ടിൽ കാര്യപ്പെട്ട ആളൊരു വലിയ സൽക്കാരം ഉണ്ടാക്കി. അയാള് വേറെ ഒരാളും അഭിപ്രായക്കേടൊന്നും പറയില്ല എന്ന് ഇയാൾക്ക് ഉറപ്പാണ്. പക്ഷെ ഈ നായരുണ്ട്, ഈ നായര് മൂപ്പർക്കുതിരൊരു അഭിപ്രായക്കേട് ഉണ്ടാകാൻ പാടില്ല, നല്ല അഭിപ്രായം ഉണ്ടാവണം എന്ന നിലക്ക് എല്ലാ നിലക്കും ഉഷാറാക്കിയിട്ട് ഒരു സദ്യ അങ്ങനെ കഴിച്ചപ്പോ ചോദിച്ചു, എന്താ നായരെ പാട്? എല്ലാം ഉഷാറായി, വളരെ ഉഷാറാണ്, പക്ഷെ കൈയെഴുത്ത് കൊടുത്ത് കെട്ടിപ്പോയ പഴം ഉണ്ടല്ലോ അത് കുറച്ച് വലുപ്പം കൂടിക്കിടുകയാണ്. കൈയെഴുതിനോടുത്ത് കെട്ടിത്തൂക്കിയ പഴം അത് കുറച്ച് വലുപ്പധികമുണ്ട്. അപ്പൊ അങ്ങനെയാണ് ആളുകളെ പ്രശ്നം. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഒരു മകൻ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, വലിയ തത്വ. ഖുർആൻ സൂറത്തുൽ ലുഖ്മാൻ, ഖാല ലുഖ്മാൻ ലിബ്നിഹി യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്. ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ ഉണ്ട് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ പേര്. വലിയ എന്താ പറയാ തത്വജ്ഞാനിയാണ്, നല്ല യുക്തിഭദ്രമായി കാര്യങ്ങൾ സംസാരിക്കുന്ന ആളാ. മഹാനവറുകളും അദ്ദേഹത്തിന്റെ മകനും കൂടെ ഒരു ദിവസം ഇങ്ങനെ യാത്ര പോകുക. അപ്പൊ യാത്രയിൽ വാഹനമായിട്ട് ആകെ ഒരു കോവർ കഴുതയുള്ള ഒരു കോവർ കഴുത. ഇന്നിപ്പോ അത് നമ്മൾ സൈക്കിൾ എന്നൊക്കെ പറയും പോലെ ഒരു താഴ്ന്ന വാഹനമാണ് ഈ കോവർ കഴുത. അപ്പോ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു, എല്ലാവരും ശ്രദ്ധിക്കണം,
മകനെ അതിന്റെ പുറത്ത് കയറ്റി. എന്നിട്ട് ലുക്മാൻ എന്നവര് താഴെങ്ങനെ നടന്നു. വാഹനപ്പുറത്ത് രണ്ടാൾക്ക് സഞ്ചരിക്കാനുള്ള വാക്കത്ത് ആ കഴുതൊക്കെ ഉണ്ടാവൂല, അതല്ലെങ്കിൽ വേറെ വല്ല കാര്യങ്ങളും പഠിപ്പിക്കാനായിരിക്കും. അങ്ങനെ ചെറിയ കുട്ടിയാണ് ഈ മകനെ ഈ കഴുതയുടെ പുറത്തിരുത്തി ഇങ്ങനെ പോകുമ്പോ കുറച്ച് ആളുകൾ കണ്ടു, ഇയാളെന്താണ് ഈ കാട്ടുന്നത്? ഇത്രത്തോളം പോകുന്നൊരു ബാല്യക്കാരൻ ഒരു ചെറിയ കുട്ടിനെ അതിന്റെ പുറത്തിരുത്തിയിട്ട് ബാപ്പ നടക്കുക. ഈ കുട്ടിനെപ്പോ തന്നെ ദുശീലം പഠിപ്പിക്കാൻ. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പിന്നെ വലുപ്പത്തിൽ ഇതേ ശീലങ്ങൾ നടപ്പിൽ വരും. അതുകൊണ്ട് അത് മാറ്റാൻ വലിയ പ്രയാസമാണ്. മകനിരുന്ന് ബാപ്പ നടക്കുന്നത് ശരിയല്ല എന്ന് എന്നു വളറങ്ങി, ഞാൻ കയറാം. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു വാഹനത്തിന്റെ പുറത്ത് കയറി മകനെ നടത്തി. കുറച്ചങ്ങടെത്തിയപ്പോ വേറെ കുറച്ച് ആൾക്കാർ, ഇയാളെന്താ ഒരു കണ്ണി ചോരല്ലാത്ത മനുഷ്യൻ, മകനെ നടത്തിയിട്ട് വാപ്പ വാഹനപ്പുറത്ത് കയറി. അത് മഹാമോശാണല്ലോ. മകൻ നടക്കുന്ന ഇത്ര ഒന്നിനാത്തരം പോകുന്ന വാപ്പ, അങ്ങക്ക് നടക്കാൻ ആരോഗ്യം, ചെറിയ കുട്ടിയല്ലേ. എന്നാ ഇവിടെ ഇറങ്ങി. അങ്ങനെ എന്ത് ചെയ്തു? രണ്ടാളും പിന്നെ വാഹനമൊന്നും കയറാതെ വാഹനത്തിന്റെ കയറും പിടിച്ചാണ് നടത്തി കുറച്ചാണ്. അപ്പൊ വേറെ കുറച്ച് ആൾക്കാർ, ഇയാൾക്ക് എന്താ തലക്ക് വട്ട, ഒരു എന്താ പറയാ സഞ്ചാരയോഗ്യമായൊരു വാഹനം ഉണ്ടായിട്ട് അതിന്റെ പുറത്ത് കയറാതെ ഇങ്ങനെ നടക്കുന്ന ഇയാള്. എന്നാ നമുക്ക് രണ്ടാൾക്കും കൂടി കയറുക. രണ്ടാളും കൂടി കയറി. അപ്പൊ നമ്മളെ ഗോമാതാക്കളുടെ കാര്യം പറഞ്ഞ പോലെ കുറച്ച് മൃഗസ്നേഹികൾ അപ്പുറത്ത്. രണ്ടാളും കൂടി താങ്കളുടെ ശക്തി ആ മൃഗത്തിനില്ല, എന്തോ ഒരു കട്ടാത്. അപ്പൊ അവിടെ വെച്ച് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു മകനോട് പറഞ്ഞു, പറ്റും മോനെ, ഞാൻ എനിക്കൊരു കാര്യം പറഞ്ഞുതരാം. ലോകത്ത് എല്ലാവരെയും കൂടെ തൃപ്തിപ്പെടുത്തി ഒരു കാര്യം ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് അതൃപ്തി നോക്കണ്ട, ഒരു ചെറിയ ശതമാനമെങ്കിലും തൃപ്തി ഉണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി എന്നാ പറഞ്ഞത്. അപ്പൊ അതുപോലെ പെണ്ണുങ്ങൾക്ക് ബുറുദ അറിയാം, ആണുങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്കറിയില്ല. അപ്പൊ ആ ബുറുദയിൽ മഹാനായ ഇമാമുൽ ബുസൂരി റളിയല്ലാഹു അൻഹു മഹാനുവറുകൾ തന്റെ ചരിത്രം എന്താണത്, ഖസീദത്തുൽ ബുറുദ ഉണ്ടാക്കാനുണ്ടായ കാരണം, ആദ്യകാലത്ത് ഇമാമുൽ ബുസൂരി റസൂലുള്ളാഹിന്റെ മാദിഹല്ല, റസൂലുള്ളാഹിനെ പറ്റി പുകഴ്ത്തി പറയുന്ന ആളല്ല, കൊട്ടാര കവിയാണ്. കൊട്ടാരത്തിൽ രാജാക്കന്മാരെ പറ്റി വാഴ്ത്തി പാട്ട് പാടുമ്പോ രാജാക്കന്മാര് കാശ് കൊടുക്കും, സമ്മാനങ്ങൾ കൊടുക്കും. അത് സ്വീകരിച്ച് ജീവിതം നയിച്ചിരുന്ന ആളാണ് ഇമാമുൽ ബുസൂരി റളിയല്ലാഹു അൻഹു. ഒരു ദിവസം കൊട്ടാരത്തിൽ പാട്ടൊക്കെ പാടി വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ വഴിയിൽ വെച്ച് പ്രായമുള്ള ഒരാളെ കാണുന്നു. അയാൾ ചോദിക്കുന്നു, അൻത റഅയ്ത റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലൈല, ഇന്നു രാത്രി നിങ്ങൾ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടിരുന്നോ? ഇമാമുൽ ബുസൂരിയോട് ചോദ്യം, ഇന്നു രാത്രി നിങ്ങൾ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടോ? ഇമാമുൽ ബുസൂരി തങ്ങൾ ഞെട്ടിപ്പോയി, ഞാൻ റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല. പക്ഷെ ആ ചോദ്യം അത് എന്റെ മനസ്സിൽ വല്ലാതെ തത്തിക്കളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാനും കൂടുതൽ പഠിക്കാനും ഞാൻ ശ്രമിച്ചു. അങ്ങനെ റസൂലുള്ളാഹിനെ പറ്റി ഞാൻ ധാരാളം മദ്ഹുകൾ ചൊല്ലി. ഇടയ്ക്ക് വെച്ച് എനിക്കൊരു തളർവാദം വന്നു, എന്റെ ശരീരം തളർന്നുപോയി, എഴുന്നേൽക്കാൻ കഴിയാത്ത സുഖം വന്നു, ചലിക്കാൻ കഴിയുന്നില്ല, എന്റെ കുടുംബം പട്ടിണിയിലായി, ഒരുപാട് മക്കളുണ്ട്. ഇമാമുൽ ബുസൂരിയുടെ ചരിത്രത്തിൽ കാണാം, തന്റെ ഭാര്യ ഒരു മച്ചിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് മഹാനവറുകൾ കൊതിച്ചു പോയിരുന്നു. ധാരാളം സന്താനങ്ങളുള്ള ഒരു വലിയ കുടുംബമാണ്. തന്റെ ജീവിതം മുട്ടിപ്പോയി, നയിക്കാൻ കഴിയുന്നില്ല, ശരീരം തളർന്നുപോയി. എന്റെ ശരീരം തളർന്നുപോയപ്പോ, വാതരോഗം വന്നപ്പോ ഇമാമുൽ ബുസൂരി ചിന്തിക്കുന്നത്, യാ റസൂലല്ലാഹ്, തങ്ങളെപ്പറ്റി ഞാനൊരു ഖസീദ എഴുതാം, തങ്ങളെപ്പറ്റി ഞാനൊരു കവിത എഴുതാം. ആ കവിത വസീലയാക്കി അള്ളാഹുവിനോട് എന്റെ രോഗം മാറാൻ വേണ്ടി ചോദിക്കാം, തേടാം. അങ്ങനെ ഇമാമുൽ ബുസൂരി റളിയല്ലാഹു അൻഹു ഖസീദത്തുൽ ബുറുദ 160 വരികൾ എഴുതിയുണ്ടാക്കി.
അന്നു രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടു. നബി തങ്ങൾക്ക് ആ ബുർദ മുഴുക്കെ ചൊല്ലിക്കൊടുത്തു. നബി തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. നബി തങ്ങളെ മുഖം വല്ലാതെ വികസിച്ചു പ്രകാശിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തൃക്കരം കൊണ്ട് ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ തളർന്നു പോയ ശരീരത്തിൽ തടവി. സുബ്ഹാനല്ലാഹ്. നേരം പുലർന്നു നോക്കുമ്പോ തളർവാദമില്ല, ഉഴച്ചലില്ല. തടവി. സുബ്ഹാനല്ലാഹ്. നേരം പുലർന്നു നോക്കുമ്പോ തളർവാദമില്ല, ഉഴച്ചലില്ല, അശക്തതയില്ല. ഇമാമുൽ ബുഖാരിയുടെ രോഗം പരിപൂർണമായി മാറിപ്പോയി. എനിക്ക് വല്ല രോഗവും ബാധിച്ചാൽ എന്റെ മരുന്ന് അത് കഷായമല്ല, മറ്റു ട്രീറ്റ്മെന്റുകളല്ല, അത് മദീഹു റസൂൽ, നബി തങ്ങളെ മദ്ഹ, നബി തങ്ങളെ വാഴ്ത്തി പറയല. തങ്ങളെ വാഴ്ത്തി പറഞ്ഞാൽ എന്റെ രോഗം ക്ഷമിക്കുന്നതാണ്, മാറിപ്പോകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുണ്ട്. എന്നെ ആക്ഷേപിക്കുന്ന, എന്നെ പഴിചാരുന്ന ശത്രുക്കളുണ്ടല്ലോ, അവരെ നെഞ്ചിൽ ഞാൻ കുത്തി അവരെ വേദനിപ്പിച്ചു. എനിക്ക് മുന്നേറാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടത്തെ കനിവ് തന്നെ ധാരാളമാ. അങ്ങനെ പറഞ്ഞവിടുന്ന് നമ്മോട് പറയുന്നു, നിങ്ങളെ വീട്ടുകൾ ഒഴിവാക്കുകയും നിങ്ങളെ മണിമന്ദിരങ്ങളുണ്ടല്ലോ ആ വീട്ടുകൾ മുഴുക്കെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുകയും, നിങ്ങളെ മക്കളെ നിങ്ങൾ ഉപേക്ഷിക്കുകയും, നിങ്ങൾ മദീനയിലേക്ക് യാത്ര പോകുകയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വീടും നാടും വിട്ട് നിങ്ങൾ പോകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദർഇയാലൻ അൽ ഹവാമ അൽ അഹിബ്ബ ബിന്നവാ ദുഅനിൽ ഖൽബ് ബിൽഹവാവതു റുക്മിനൽ അൻസാലിദാൽ. ഇത് മുഹിബ്ബുകൾ മുഴുക്ക പറഞ്ഞതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യണം. അതിനുവേണ്ടി നമ്മോട് പറയുന്ന നിങ്ങൾ മദീനയിലേക്ക് പോകണം. എന്നിട്ട് മഹാനവറുകൾ നമ്മളോടൊരു വസിയ്യത്ത്, കാലകാലങ്ങളിൽ ഇത്രിയ ചൊല്ലുന്നവരോട്, ഇത്രിയ കേൾക്കുന്നവരോട്, ഇത്രിയ ആസ്വദിക്കുന്നവരോട് മഹാനവറുകൾ പറയുന്നു, അലൈക്കും അൻ തുഅദ്ദു തഹിയ്യതി ഇദാ വമ്മകും യൗമൻ ലിയഹ്മാദ മസ്ജിദു. വല്ലപ്പോഴും നിങ്ങൾക്ക് സിയാറത്തിന് ഭാഗ്യമുണ്ടായാൽ, നിങ്ങൾ റസൂലുള്ളാഹിന്റെ മദീനയിൽ പോയാൽ, നിങ്ങളോട് എനിക്കൊരു വസിയ്യത്തുണ്ട്. എന്താണ് ആ വസിയ്യത്ത്? നിങ്ങൾ എന്റെ ഒരു സലാം പറയണേ. നമ്മളൊക്കെ സിയാറത്തിന് പോകുന്നവരോട് സലാം പറഞ്ഞേൽപ്പിക്കാറുണ്ട്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് മിൻ മുഹമ്മദ് ബിൻ ഫുലാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വല്ലപ്പോഴും മദീനയിൽ പോകുന്നുണ്ടെങ്കിൽ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് മിൻ അബീ ബക്രിൽ ബഗ്ദാദി എന്ന് എന്റെ ഒരു സലാം പറയണം. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, ലഹദ്നി ദുനൂബുൻ ഖയ്യദത്നി അനിസ്റാ ഇലൈഹി അയസിൽ അബ്ദു വഹുവ മുഖയ്യദു. ഞാൻ ഒരുപാട് ദോഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ദോഷങ്ങൾ എന്റെ കാലുകൾക്ക് ബന്ധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്, എന്റെ കാലുകളെ കൂട്ടിക്കെട്ടിയിട്ടുണ്ട്. അയസിൽ അബ്ദു വഹുവ മുഖയ്യദു. കാലുകൾ ബന്ധിപ്പിക്കപ്പെട്ടയാളെങ്ങനെയാണ് മദീനയിലേക്ക് പോകുക? അതുകൊണ്ട് എനിക്ക് പോകാൻ കഴിയുന്നില്ല. പോകാൻ ഭാഗ്യമുള്ളവരെ, വിധിയുള്ളവരെ, നിങ്ങൾ എന്റെ ഒരു സലാം പറയണം.
ഞാൻ ദോഷങ്ങളിലേക്ക് വല്ലാതെ തട്ടയിടപ്പെട്ടവനാണ്. നിർബന്ധിതാവസ്ഥയിൽ ഞാൻ ദോഷങ്ങൾ ചെയ്തിട്ടുണ്ട്. മഹാനവറുകൾ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത പണ്ഡിതനാണ്, വലിയ മഹാനാണ്. പക്ഷേ താഴ്മയുടെ സ്വരമാ. വല്ല അനുഗ്രഹങ്ങളും തടയപ്പെടുമ്പോ നമ്മളെപ്പോലെ ഇതെന്തൊരു കട്ടകാലമാണ്, എനിക്കെന്തോ ഒരു ഷെറുണ്ട്, ഒരു സിഹറുണ്ട്, എല്ലാത്തിനും തടസ്സമാണ്, എപ്പോഴും രോഗമാണ്, അടിക്കടി മരണമാണ്. അങ്ങനെയല്ല മഹാന്മാര് ചിന്തിക്കുന്നത്. അനുഗ്രഹങ്ങൾ തടയപ്പെടുമ്പോ അതെന്റെ ദോഷം കാരണമാ. പാപങ്ങളെ കൊണ്ട് എന്നെ തള്ളിവീഴ്ത്തപ്പെട്ടു. എനിക്കൊരു യുക്തിയുമില്ല, എനിക്ക് രക്ഷക്കൊരു മാർഗവുമില്ല. ആകെയുള്ള കച്ചിത്തുരുമ്പ്, ആകെയുള്ള മാർഗം ഞാൻ റസൂലുള്ളാഹിനെ പറ്റി വല്ലാതെ മദ്ഹ് പറയുന്നുണ്ട്, റസൂലുള്ളാഹിന്റെ മദ്ഹ് വല്ലാതെ പാടുന്നുണ്ട്. എന്നിട്ട് ദോഷങ്ങളിലായി കാലങ്ങളൊക്കെ കഴിഞ്ഞുപോയി. എനിക്ക് ശഫാഅത്ത് ചെയ്യാൻ നബി തങ്ങളല്ലാതെ വേറെ ആരുമില്ല. അതുകൊണ്ട് പ്രിയമുള്ള മുഹിബ്ബുകളെ, മഹാനവറുകൾ വല്ലാതെ റസൂലുള്ളാഹിനെ സ്നേഹിച്ചയാളാ. വല്ലാതെ സ്നേഹിച്ചു മഹാനുകൾ പറയുന്നുണ്ട്, ദറൽ ഖൽബു മയ്യദി ഫതാബാനഹുൽ ഹവാ വമൻ കാന യഹ്വി സയ്യിദ റസൂലി യസ്ഉദു. ആരെങ്കിലും റസൂലുള്ളാഹിനെ സ്നേഹിച്ചാൽ അവൻ പരാജയപ്പെടില്ല, നഷ്ടം വരില്ല. വിജയിക്കണോ? നബി തങ്ങളെ സ്നേഹിക്കോ? ഒരാൾ ഒരു അറാബിയായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് മതസ്സഅ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ നബിയേ? അപ്പോൾ റസൂലുള്ളാഹിന്റെ ചോദ്യം, മഅഅദത്തലഹാ, ഖിയാമത്ത് നാൾ എന്നോ ആയിക്കൊള്ളട്ടെ, ഖിയാമത്ത് നാളിന് വേണ്ടി നീ എന്താണ് ഒരുക്കി വെച്ചത്? യാ റസൂലല്ലാഹ്, അഅറാബിയുടെ മറുപടി, ഞാൻ ഒരുപാട് നിസ്കരിച്ചിട്ടില്ല, ഒരുപാട് നോമ്പ് നോറ്റിട്ടില്ല, അമലുകളൊന്നും എനിക്ക് പറയാനില്ല. വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു, ആകെ പറയാനുള്ളത് ഞാൻ തങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ട്. തങ്ങളോടുള്ള സ്നേഹമല്ലാതെ എനിക്കൊന്നും പറയാനില്ല യാ റസൂലല്ലാഹ്. ഇത് പറയുമ്പോ റസൂലുള്ളാഹിന്റെ മറുപടി, അൻത മഅമൻ അഹ്ബബ്ത അൽ മർഉ മഅമൻ അഹബ്ബ. മനുഷ്യൻ ആരെ സ്നേഹിച്ചോ അവൻ അവനോട് കൂടെയാണ്. ഖാല റസൂലുള്ളാഹ്, നമ്മൾ ആരെ സ്നേഹിച്ചോ അവരോട് കൂടെയാണ്. ഫുട്ബോൾ താരങ്ങളെ സ്നേഹിച്ചാൽ ആ അലവലാദികൾ അങ്ങോട്ട് പോകും, അങ്ങോട്ട് നമ്മളും പോകും. അതുപോലെ തന്നെ സിനിമാ താരങ്ങളെ സ്നേഹിച്ചാൽ അവരെങ്ങോട്ടോ പോകും, നമ്മളും അങ്ങോട്ട് പോകും. അതേ സമയത്ത് ഒരു കാര്യം ഉറപ്പാ, ഈ കോലത്തിലിരുന്ന് നമ്മൾ റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലിയാൽ, അന്ന് സ്വപ്നത്തിൽ കണ്ടപ്പോ അബൂബക്കറുൽ ബഗ്ദാദിയോട് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ആര് വിത്തിരിയെ ചൊല്ലിയോ കേട്ടോ ആസ്വദിച്ചോ അതിനുവേണ്ടി ചീരണി കൊടുത്തോ അവർക്ക് ഞാൻ എന്റെ ശഫാഅത്ത് നിർബന്ധമാണ്. അപ്പൊ ആരെ സ്നേഹിച്ചോ അവരോട് കൂടെയാണ്. ഇത് പറഞ്ഞപ്പോ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ് മാ ഫരിഹനാ ബഅദൽ ഇസ്ലാമി അശദ്ദ ഫർഹൻ മിൻ ഖൗലി ഹാദാ. മുസ്ലിമായി എന്ന അനുഗ്രഹം കഴിഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് റസൂലുള്ളാഹിന്റെ ഈ വാചകം കൊണ്ടാ. കാരണമെന്താ? ഇന്നി ഉഹിബ്ബുല്ലാഹ് വറസൂലഹു അബൂ ബക്കർ വഉമർ റളിയല്ലാഹു അൻഹുമാ. അനസ് റളിയല്ലാഹു അൻഹു പറയാ, നമുക്ക് അമലുകളൊന്നുമില്ല, എന്നാലും ആകെ പറയാനുള്ളത് ആരെ സ്നേഹിച്ചു അവരോട് കൂടെയാണെന്നല്ലേ. ഞാൻ റസൂലുള്ളാഹിനെ സ്നേഹിച്ചിട്ടുണ്ട്, 10 കൊല്ലം റസൂലുള്ളാഹിക്ക് ഞാൻ സേവനം ചെയ്തിട്ടുണ്ട്.
10 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല വലാകിന്നി ഉഹിബ്ബു അബൂബക്കർ വ ഉമർ, ഞാൻ അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമാ ഇവരെ സ്നേഹിക്കുന്നുണ്ട്, അവർ സ്വർഗ്ഗത്തിലാണെന്ന് അഷ്റഫുൽ ഖൽഖിന്റെ തിരുനാമത്തിലൂടെ അരുൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആരെ സ്നേഹിച്ചു അവരോടൊപ്പം എന്ന് പറഞ്ഞാൽ ഇവരോടൊപ്പമാകുമ്പോ എന്റെ സങ്കേതം സ്വർഗമാകുമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാൻ വകുപ്പ് നൽകുന്നതാണ്. മഹാനവറുകൾ പറയുന്നത് ദവാഇ ഇദാമദ്ദാഉ ഹല്ലാ ബിമുഹ്ജതി മദീഹു റസൂലിൻ ബിശ്ശഫാഅത്തി യഫ്റദു. ദവാഇ എനിക്കുള്ള മരുന്ന്, എന്റെ മരുന്ന്, ഇദാമദ്ദാഉ ഹല്ലാ ബിമുഹ്ജതി എന്റെ ശരീരത്തിൽ വല്ല രോഗവും ബാധിച്ചാൽ, എനിക്ക് വല്ല രോഗവും പിടിപെട്ടാൽ എന്റെ മരുന്ന് അത് ഏതെങ്കിലും വൈദ്യൻ കുറിച്ചു തരുന്ന കഷായമല്ല, അതല്ലെങ്കിൽ ടോണിക്കുകളല്ല, എന്റെ അസുഖങ്ങളുടെ